നമസ്കാരം. ഞാൻ ബിജീഷോളു. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ ഒരു കറണ്ട് ഒരു ട്രെൻഡ്, കറണ്ട് ഒരു സെന്റിമെന്റിൽ എങ്ങനെയാണ്, ഈ ഒരു സെന്റിമെന്റിൽ എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെയാണ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്തിട്ട് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഒരു പ്രോഫിറ്റിൽ നിലനിൽക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ ഏതാണ്, കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കാനുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്. അപ്പോൾ അത് നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫാണ്. ഡെയിലി ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിഫ്റ്റി ഒരു കൺജസ്റ്റഡ് ഒരു ഏരിയയിലാണ് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷനും മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ, കറണ്ട് ഒരു ട്രെൻഡും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റിയിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നത് 22,075 മുകളിൽ ഓപ്പൺ ചെയ്ത ചെറിയ ടൈം ഫ്രെയിമിലെ ബൈരോ ഓപ്പർച്യൂണിറ്റി ആണ്, ഇത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു തുടക്കത്തിലൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ 22,075 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇതൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ക്യാൻഡിലാണ്. നമുക്കതിൽ ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിയിലായാലും ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി, രാവിലത്തെ ഒരു സെക്ഷനിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. പക്ഷെ സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു 21,960 സപ്പോർട്ട്. എക്സാക്റ്റ് ആയിട്ട് 960 ഒരു ബൗൺസ് നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അത് അത്ര വലിയൊരു മൊമെന്റം കിട്ടിയില്ലെങ്കിലും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് എന്ന് തന്നെയാണ് ആ ഒരു മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. അതിനുശേഷം അതിൽ നിഫ്റ്റി ഒരു സൈഡ് വേസ് ഒരു മൊമെന്റ് ആയിരുന്നു കുറച്ച് സമയം. കേസ് 960 താഴത്തേക്ക് പോയി ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എപ്പോഴും മാനേജ് ചെയ്യുക. നമുക്ക് അതിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. എപ്പോഴും സെയിം ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയോ ബൈരോ ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു വലിയൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു മൊമെന്റം, അതായത് പറയുന്ന ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചുള്ള ഒരു മൊമെന്റം കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റ് ഒരു സൈഡ് വേസ് നിലനിൽക്കുന്ന ഒരു സമയത്ത് ചില സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൊമെന്റം നിലനിൽക്കും. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് കുറച്ചൊരു പ്രോബ്ലം വരിക. അപ്പൊ ആ ഒരു ഏരിയയിലായാലും തിരിച്ച് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ, പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റിക്കോ അല്ലെങ്കിൽ സൈഡ് വേസ് മൊമെന്റത്തിനാണ് സാധ്യത വരുന്നത്. നിഫ്റ്റിയിലും അവസാനത്തെ ഒരു സെക്ഷനിലായാലും നിഫ്റ്റി റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റ് ആയാലും സംഭവിച്ചു നോക്കാം. ഇപ്പോൾ വരും ദിവസത്തെ ഒരു മാർക്കറ്റ് മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. കറണ്ട് ഒരു ട്രെൻഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ചെറിയൊരു സൂചന നൽകി. കറണ്ട് ഒരു ട്രെൻഡ് കാണുന്നത് നിഫ്റ്റിയിൽ ഇനി ഒരു സപ്പോർട്ട് കാണുന്നത്, ഇനി ലോവർ ലെവലിൽ ഒരു സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലാണ്. 21,500 അടുത്താണ് ഇനി ഒരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു ലെവലിന്റെ അടുത്തേക്ക് നിഫ്റ്റിക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. പക്ഷേ നിഫ്റ്റി വോളറ്റൈലാണ്. വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 100 പോയിന്റ് ഒരു ബൗൺസ് നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 200 പോയിന്റ് ഡൗൺ വരുന്നത്. അതേപോലെ തന്നെ ഒരു 50 പോയിന്റ് ബൗൺസ് നടത്തിയിട്ടായിരിക്കും 100 പോയിന്റ് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും മൊമെന്റം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ്, ഇങ്ങനത്തെ ഒരു മൊമെന്റ് ആയാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. നിഫ്റ്റിയുടെ ആയാലും ഈ ഒരു ലെവൽ വരാം. നിഫ്റ്റി ഈ ഒരു ലെവലും സപ്പോർട്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അത്ര വലിയൊരു മൊമെന്റത്തിനൊരു സാധ്യത കുറവാണ്. മുകളിലേക്കായാലും വലിയൊരു മൊമെന്റത്തിനുള്ളൊരു സ്പീഡ് നിഫ്റ്റിയിലായാലും കാണുന്നില്ല. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് നിഫ്റ്റി എങ്ങനെയായിരിക്കും നിലനിൽക്കുക, അതിനനുസരിച്ചായിരിക്കും അടുത്തൊരു മൊമെന്റം വരുന്നത്. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ലെവലും കൂടി വിട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി കുറച്ച് അധികം വീക്ക്നെസ് ആണ്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒരു വ്യൂ പറഞ്ഞാണ്. അപ്പൊ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ഗ്രാഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഇനി അടുത്തൊരു സപ്പോർട്ട് കാണുന്നത്, ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലിലാണ് അടുത്തൊരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ അതായത് ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്ന ഈ ഒരു ലെവലിലാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് ഈ ഒരു ലെവലിന്റെ അടുത്താണ്, 45,800 അടുത്താണ് വരുന്നത്. അപ്പൊ ആ ഒരു ലെവലിന്റെ അടുത്തേക്ക് ചിലപ്പോൾ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയും ഒരു വോളറ്റൈലാണ്.
എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രാഡേയിൽ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷനിൽ നമുക്കത് ഹോൾഡ് ചെയ്താൽ അത് ബെനിഫിറ്റ് കിട്ടില്ല. കാരണം ഒരു ഹൈ പ്രീമിയം ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇൻ കേസ് മാർക്കറ്റ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഹയർ ലെവലിൽ പോകുന്ന ഒരു സമയത്താണ് ആ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആയിട്ട് കിട്ടുക. അതേപോലെ തന്നെ ബൈർ ഓപ്പർച്യൂണിറ്റി റൈറ്റ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു റൈറ്റ് ഒരു മൊമെന്റം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആയാലും ബാങ്ക് നിഫ്റ്റി വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കുക, എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബൗൺസ് കിട്ടിയായിരുന്നു. തുടക്കത്തിൽ ആ ഒരു ബൗൺസ് കിട്ടിയായിരുന്നു. അതിനുശേഷം സപ്പോർട്ടിന്റെ താഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാനലിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ആ ഒരു സെല്ല് ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ആയാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി നമുക്കൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് കറണ്ട് ഒരു സെന്റിമെന്റിൽ എന്ന് പറയുന്നത് നമുക്കൊരു കൃത്യം സൈഡ് വൈസ് മൂവ്മെന്റ് ആണ്. നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് നമുക്കൊരു എക്സാക്റ്റ് ആയിട്ട് കിട്ടുക. ഈ ഒരു മൂവ്മെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു വോളറ്റൈൽ ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുന്ന മൊമെന്റ് ആണ്. ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലെവല്, അതായത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഫിൻ നിഫ്റ്റി ആയാലും ലോവർ ലെവല് സ്പെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി സെല്ലിലാണ് നിലനിൽക്കുന്നത്. താൽക്കാലികമായിട്ട് ആ ഒരു ഇൻട്രാഡ വോളറ്റാലിറ്റി ഉള്ള ഒരു ബൈ സെന്റിമെന്റിലാണ് ലോങ് ടൈം വ്യൂവില് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഇൻ കേസ് ഫിൻ നിഫ്റ്റിയിൽ ഇനി താഴത്തേക്ക് ഒരു വലിയൊരു ഫാള് വരണമെങ്കിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ബൈർ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാം. ഫിൻ നിഫ്റ്റിയിൽ ഒരു ഫാള് വരണമെങ്കിൽ ഫിൻ നിഫ്റ്റി ഇവിടെ പുതിയ ഹൈ ടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് വന്ന് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഫാള് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാളായിരിക്കും വരുന്നത്. ഇൻ കേസ് ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് നിലനിൽക്കണമെങ്കിൽ ഫിൻ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിന്റെ മുകളിലേക്കെങ്കിലും ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യണം. അവർ ക്ലോസ് ചെയ്താലാണ് ആ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു ഹയർ ലെവല് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റില് ഫിൻ നിഫ്റ്റിയിലും കാണിക്കുന്നത് ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഫിൻ നിഫ്റ്റിയുടെ സാധ്യത. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു റേഞ്ചിന്റെ ഉള്ളിലൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഒക്കെ നമുക്ക് ഒരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാൻ പറയുന്നത്. കാരണം ബോത്ത് സൈഡിലേക്കുള്ള ഒരു പ്രോബബിലിറ്റിയിലാണ് നിഫ്റ്റി ഫിൻ നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിൻ നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് കാണുന്നത്. കണ്ട ഫിൻ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒന്ന് ഈ ഒരു ചെറിയൊരു റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ ഫിൻ നിഫ്റ്റിയിലായാലും വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് ഫിൻ നിഫ്റ്റിയിലും കാണുന്നുണ്ട്. നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും കുറച്ചൊരു കൺജസ്റ്റഡ് ആണ് നിലനിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. ഫിൻ നിഫ്റ്റി ആയാലും പിന്നെ ലോവർ ലെവൽ ഇവിടെയാണ് ഒരു സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ ഫിൻ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലില് ഇതിന്റെ ഒരു താഴത്തേക്ക് ഫിൻ നിഫ്റ്റി ആയാലും വരും ദിവസം ക്ലോസ് ചെയ്താൽ ഫിൻ നിഫ്റ്റി ആയാലും കുറച്ചൊരു വീക്ക്നെസ് ആണ്. പക്ഷെ തൊട്ട് താഴെ ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കൂ എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടെ നിന്നുള്ള ഒരു പ്രഷർ ഫിൻ നിഫ്റ്റിയിൽ ആക്ച്വലി ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഒന്നും നിലനിൽക്കില്ല. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാളായിരിക്കും മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലായാലും സെറ്റപ്പ് നമുക്കിത് ഇങ്ങനെയാണ് കാണുന്നത്. ഒരു ലോങ് ടൈം വ്യൂവിൽ ഇങ്ങനെയാണ് കാണുന്നത്. നിഫ്റ്റി ആയാലും പിന്നെ ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം അടുത്തൊരു റെസിസ്റ്റൻസോ നമ്മൾ പറയാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്താലാണ് നിഫ്റ്റിയിലായാലും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ കാണുന്നത്. റൈറ്റ് ഒരു ഏരിയയിൽ നിന്ന് റൈറ്റ് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, റൈറ്റ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ബൈര ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ റൈറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല ബൈര ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ ആയാലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏതാണ്? ഇപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ്. നമുക്കൊരു ഹയർ ലെവൽ നോക്കാം. ഹയർ ലെവൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. 22,040 മുകളിൽ ചെറിയൊരു ക്യാനലിൽ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റം ബൈ സൈഡ് കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം.
പക്ഷെ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം 22,100 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ട്. 22,100 റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി തിരിച്ച് 22,100 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 22,200 അല്ല ഇനി റെസിസ്റ്റൻസ് 155 ഒരു താഴെയാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 200 ഒക്കെ മുകളിൽ, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 200 ഒക്കെ മുകളിൽ പോയാലും 185 താഴത്തേക്ക് നിലനിർത്തിയാലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെയാണ് 22,100 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 22,040. ഇതിന്റെ താഴത്തേക്കും നിലനിർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ, ഇൻ കേസ് ഇതിന്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്താലും ഇതിന്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ സപ്പോർട്ട് ഏരിയയിലും ഇങ്ങനെ അത് പറയാറില്ല. ഇപ്പോൾ ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ ശ്രദ്ധിക്കാം, ചില ഏരിയകളാണ് ഇൻ കേസ് അതിന്റെ മുകളിലേക്ക് പോയാലും താഴത്തേക്ക് അതിന്റെ താഴെ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസും മാർക്കറ്റിന് അനുസരിച്ചാണ് നമ്മളത് പറയുന്നത്. മാർക്കറ്റിന്റെ ആ ഒരു സെന്റിമെന്റ് അനുസരിച്ചാണ് ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് പറയുന്നത്, ട്രെൻഡും അനുസരിച്ചാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ ഒന്നല്ലെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിലും വീക്ക്നെസ്സിനാണ് സാധ്യത, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. 22,100 അടുത്തുള്ള 22,040 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സപ്പോർട്ട് 21,950 ആണ്. കഴിഞ്ഞ ദിവസത്തെ ഇവിടെ തന്നെയാണ് ഒരു സപ്പോർട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം ലോറെ തൊട്ട് മുകളിലാണ് ആ സപ്പോർട്ട് വരിക, 21,950. അപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നല്ലോ 950 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്തത് ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. 950 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവല് അടുത്ത സപ്പോർട്ട് 21,860. 800 അടുത്ത് നിഫ്റ്റിയുടെ നല്ല സപ്പോർട്ടാണ്. ഇൻട്രാഡേയിൽ ചിലപ്പോൾ ബൗൺസ് കിട്ടിയേക്കാം. അപ്പൊ അതുകൊണ്ടാണ് 800 അടുത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അതായത് 21,800, 860. അപ്പോൾ ഇൻ കേസ് 860 ബ്രേക്ക് ചെയ്താൽ 800 ഹോൾഡ് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ ഈ ഒരു ഏരിയയിൽ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന സപ്പോർട്ടിന്റെ ഒരു താഴെ, അതായത് 21,800 തൊട്ട് താഴെയാണ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വന്നു. നമ്മൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ഉണ്ട്, ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് നമുക്കത് കിട്ടും. 21,710 അടുത്തൊരു 715 അടുത്ത സപ്പോർട്ട്. അതിനുശേഷം അടുത്ത സപ്പോർട്ട് 21,600, 500 അടുത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 800, 860 അടുത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഹയർ ലെവല് 22,100, 180 അടുത്ത് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് ഒരു സ്ട്രക്ചർ മനസ്സിലായി കാണും. ഈ ഒരു ലെവലില് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ആ ഒരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ അത് ഉണ്ടായിരിക്കും. ഇൻ കേസ് വോളറ്റൈൽ അല്ലാതെ വലിയ സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരണമെങ്കിൽ പറയുന്ന സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് താഴത്തേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഉള്ള ഒരു മൂവ്മെന്റ് ആയാലും പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകണം. എന്നാലാണ് ആ ഒരു മൊമെന്റത്തിനുള്ള ഒരു സാധ്യത കാണുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റ് കാണുക, കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോ ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് 47,200, 47,050, 46,710. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 46,710 ഒരു മുകളിലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റം ബൈ സൈഡിൽ കിട്ടും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 46,710 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇൻ കേസ് തിരിച്ചതിന്റെ മുകളിലേക്കും കൂടി ബ്രേക്ക് ചെയ്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. പക്ഷേ 47,050, 200 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി ആക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ താഴെ വന്നാലാണ് പിന്നെ കൂടുതൽ വീക്ക്നെസ്
ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നില്ല. അപ്പോൾ ഇപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് കിട്ടുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിന്റെ അടുത്താണ് 46,300. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്ന ഒരു ബൗൺസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 46,300 താഴെ ഓപ്പൺ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 46,130 അടുത്തൊരു സപ്പോർട്ടാണ്. അടുത്തൊരു സപ്പോർട്ട് വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്യും. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് 45,900 45900 ആണ് സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലായാലും ബൗൺസ് ചെയ്യും. അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നായിരിക്കണം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് എപ്പോഴും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് സൈഡായിരിക്കും. മാർക്കറ്റ് ഒരു മൊമെന്റത്തിന്റെ ഒരു സാധ്യതയുണ്ട്. മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് ട്രെൻഡ് ആയാലും നല്ല ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കാരണം മാർക്കറ്റ് വോളറ്റാലിറ്റിയിൽ മാർക്കറ്റ് എങ്ങനെയാണെന്നൊക്കെ ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫാള് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് പോയാലും തിരിച്ചതിന്റെ മുകളിലേക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഒരു പ്രോബബിലിറ്റി ബോത്ത് സൈഡിലേക്ക് മൊമെന്റത്തിനുള്ള ഒരു സാധ്യതയാണ്. ബോത്ത് സൈഡ് പ്രോബബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ട്രേഡുകൾ മാനേജ് ചെയ്യുക. ഇപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ സ്ട്രാറ്റജിക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.